പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേപ്പാലത്തിന് സമീപമുള്ള എറിയാട് SNDP മുന്നിലാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി കറണ്ട് പോയ സമയത്ത് ഇവിടെ ഉണ്ടായ ഒരു ആക്സിഡന്റാണ്. ഇന്നോവ കാറും ബൈക്കും തമ്മിൽ. ബൈക്കുകാരന് സാരമായ പരിക്കുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ബൈക്കിന്റെ എല്ലാ ഭാഗങ്ങളും റോഡിൽ ചിതറിക്കിടക്കുകയാണ്. അതുപോലെയുള്ള ആക്സിഡന്റ് ആയിരുന്നു. ഇന്നോവ കോട്ടയത്തു നിന്ന് കൈതേപ്പാലത്തിന് വന്ന വഴിയാണ്. ബൈക്കുകാരൻ കറുകച്ചാൽ റൂട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്നു. ഇത് ഇന്നോവയുടെ ക്ലാസ്സാണ്, സൈഡ് മിററാണ്. ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത്. വണ്ടി പിന്നെ തൊട്ട് മുന്നേ മാറ്റി ഒരു കടയുടെ മുന്നിലോട്ട് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇന്നോവയുടെ ഡ്രൈവർ സൈഡിലേക്കാണ് ബൈക്ക് വന്ന് കയറിയിരിക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ടയർ വരെ പഞ്ചറായിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിലാണ്. ബൈക്ക് യാത്രക്കാരന് നല്ല പരിക്കുണ്ട്. കാരണം അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്ത ആൾക്കാരെല്ലാം പറഞ്ഞ് ദേഹത്തെല്ലാം അതുപോലെ നടുവ് അടക്കം കാലൊക്കെ ഒടിവുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ ബൈക്കിൻ്റെ സ്പീഡോമീറ്ററായി കിടക്കുന്നത്. ബൈക്ക് കിടക്കുന്നതിന് 10-20 മീറ്റർ അകലെയാണ് സ്പീഡോമീറ്റർ കിടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഈ അടുത്തിടയിലായിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ PWD ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അപകട മേഖലയെന്ന്. പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുപോലെ തൊട്ടടുത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇപ്പം 3-4 ദിവസമായി. ബൈക്കിൻ്റെ ഉടമ അങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. അതും നല്ല ആക്സിഡൻ്റാണ്. ഒന്നാമത് റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗം, അതുപോലെ കൊടും വളവുകൾ. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരികളെല്ലാം പരാതി കൊടുത്തിട്ടുള്ളതാണ് PWDക്ക് ഈ വഴിയിൽ അപകടത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷെ അതൊന്നും യാതൊരു കാര്യമില്ല. ഈ വളവ്, ഇത് മൂലവളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ മിക്ക ദിവസങ്ങളിലും ആക്സിഡൻ്റാണ്. ഈ തൊട്ട് വാതിൽക്ക് താമസിക്കുന്ന പാപ്പാലപ്പറമ്പിൽ എന്ന് പറഞ്ഞ വീടിൻ്റെ മതിലെ മിക്ക ദിവസവും ഓരോ ബൈക്ക് കയറിയിരിക്കുന്നത് കാണാം. ഇവിടെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ വന്ന് എടുത്തതാണ്. ബൈക്ക് തന്നെയല്ല, കാറുമല്ല. ഈ വളവ് വരുമ്പോഴത്തേന് നിയന്ത്രണം പോയി നേരെ വന്ന് ഈ മതിലിനിട്ടിടിക്കുകയാണ് പതിവ്. ബൈക്കിൻ്റെ പാർട്സൊക്കെയാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇടിച്ച് ചെതറുകയാണ് ഇവിടെ. അതുപോലെയുള്ള വാഹനത്തിൻ്റെയൊക്കെ അമിത വേഗത തന്നെ ഉണ്ട്. അപകടത്തിന് ഒരുപാട് കാരണം അതൊക്കെ തന്നെ ഉണ്ട്. ഇതൊരു കൊടും വളവ് തന്നെയാണ്. ബസ് അപകടങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ അപകടം നടന്ന സമയത്ത് ഭയങ്കര മഴയും കാറ്റും കരണ്ടും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ പേരുവിവരങ്ങളൊന്നും വ്യക്തമായിട്ട് ആർക്കും അറിയത്തില്ല ഇത്തരം സമയം വരെ. ഓടിക്കൂടിയവരെല്ലാം ആളെ രക്ഷിക്കാൻ വേണ്ടി അന്നേരം തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അറിഞ്ഞത് ഇങ്ങനെ.